ഹലോ. അപ്പം ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ എൻ്റെ വീടൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഞാനിതിന് മുമ്പേ എൻ്റെ ഒരു കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പം ഒരുപാട് പേര് എൻ്റെ വീടിനെക്കുറിച്ചും എന്നെക്കുറിച്ചും എൻ്റെ വീട്ടുകാരെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഹോം ടൂർ ചെയ്യുന്നത്. അപ്പം ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പം ഞാൻ എൻ്റെ രീതിയിലുള്ള കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ വീട്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലിട്ട് പോയി നോക്കാം. ഇതാണ് എൻ്റെ ഡൈനിങ് ഹാള്. അപ്പം ഈ ഭാഗത്തായിട്ട് സോഫ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇവിടെ ഡൈനിങ് ടേബിളാണ്, അപ്പുറത്തൊരു ഷോക്കേസാണ്. അപ്പം ഈ ഷോക്കേസിൽ നമ്മൾ പഴയ ഫോട്ടോസൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നമ്മൾ പഴയ കുറച്ച് മുന്നുള്ളൊരു ഫോട്ടോ ആണ്. ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 കുട്ടികളും പിന്നെ എൻ്റെ ഹിബിൻ മോൻ്റെ ചെറുതിലുള്ള ഫോട്ടോ ആണ്. പിന്നെ ഇത് അതമോളും ഹിബിൻ മോനും കൂടി ഉള്ളതാണ്. അങ്ങനെ പിന്നെ ഇവിടെ മുകളിൽ കുറച്ച് ട്രോഫികളൊക്കെ കാണുന്നില്ല, അതൊക്കെ എൻ്റെ അതക്കുട്ടിക്കും ഹിബിൻ മോനിക്കും കൂടി കിട്ടിയിട്ടുള്ള ട്രോഫികളാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഓരോ പരിപാടിക്കും പിന്നെ ഫസ്റ്റ് ക്ലാസ് അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ കിട്ടിയ ട്രോഫികളാണ്. അപ്പോൾ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇത് നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയ ആണ്. അപ്പോൾ ഡൈനിങ് ഹാളിൽ തന്നെ വാഷ് ബേസിൻ്റെ ഇതും കൂടി ഉണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ബാത്റൂമും കൂടിയാണ്. ഇനി അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ബെഡ്റൂമാണ്. അപ്പം ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇവിടെ ഒരു അലമാരയുണ്ട്, പിന്നെ ഒരു ബാത്റൂമും ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഉമ്മാൻ്റെ റൂമാണ്. അപ്പം ഇതാണ് ഉമ്മ കിടക്കുന്ന റൂം. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് അടുക്കളയാണ്. അപ്പം ഞാൻ കൂടുതൽ ടൈമും ഉച്ചവരെ ഉള്ള ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലാണ്. അപ്പം കിച്ചണ് 2 എണ്ണം ഉണ്ട്. അപ്പം ഈ കിച്ചണിൽ നമ്മൾ ഗ്യാസും ഫ്രിഡ്ജൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ഷോക്കേസും കൂടി ഉണ്ട്. ഞാൻ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ അതിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എൻ്റെ ചെറിയ അടുക്കളയാണ്. അപ്പം അടുപ്പൊക്കെ ഉള്ള അടുക്കളയാണ്. അപ്പം ഞാനിവിടെയാണ് ചോറൊക്കെ വെക്കുന്നത്. അപ്പം ആ കിച്ചണാണിത്. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പം നല്ലൊരു തണുപ്പുള്ള ഏരിയ ആണ് കേട്ടോ അത്. പാടവും പുഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. അപ്പോൾ അധികം ചൂട് എനിക്ക് ബാധിക്കാറില്ല അടുക്കളയിൽ. പിന്നെ ഈ സൈഡിലായിട്ട് ഞാൻ എൻ്റെ വാഷിംഗ് മെഷീനൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിൽ ചെറിയൊരു കൊലായി, തിണ്ട് കൊലായി എന്നൊക്കെ പറയില്ല, അതുണ്ട്. അപ്പോൾ അവിടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പം മുകളിൽ ഒരു റൂമേ ഉള്ളൂ. ഒരു റൂമും ഒരു കൊലയും ഒരു ഹാളും ഉള്ളൂ കേട്ടോ മുകളിൽ. നമുക്കത് കാണാം. അപ്പം ഇതാണ് ഹാള്. അപ്പം ഞാനിവിടെ ചെറിയൊരു അയലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ നല്ല ഉണങ്ങാത്ത ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഇട്ട് കൊടുക്കും. ഇതാണ് അപ്പം കൊലായി.
അപ്പോൾ കോലായിൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വന്നിരിക്കും. വല്ലപ്പോഴൊക്കെ ആളുകളില്ലാത്തതുകൊണ്ട് അങ്ങനെ കയറാറൊന്നുമില്ല ഇവിടെ. വല്ലപ്പോഴൊക്കെ വന്നിങ്ങനെ കോലായിലിരിക്കും. അപ്പോൾ ഇവിടുന്ന് പുറത്തേക്കൊക്കെ നോക്കാൻ നല്ല രസമാട്ടോ. മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല നാറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടൊക്കെ പച്ച പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡ് വാർപ്പ് കുറവായതുകൊണ്ട് തന്നെ മഴ പെയ്തുകൊണ്ട് നന്നായിട്ട് പച്ചപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഇക്കാക്കാൻ്റെ വീടാണ്. അപ്പോൾ ഇക്കാക്കാൻ്റെ വീടും ഞങ്ങളുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് മുകളിലുള്ള റൂം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒറ്റ റൂമേ ഉള്ളൂ, അത് നമുക്കൊന്ന് കാണാം. നമുക്ക് മുകളിലുള്ള ബാക്ക് സൈഡ് ഒന്ന് കാണാം. ഓപ്പൺ ടെറസിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് കാണാം. അപ്പം മഴ പെയ്തതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് ഞാൻ താഴത്തെ ഭാഗത്തു നിന്ന് ബാക്ക് സൈഡ് അടുക്കളൻ്റെ ബാക്ക് ഭാഗം കാണിച്ചില്ലേ, അതാണിത്. അപ്പോൾ ഇവിടെ നിന്നാൽ നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാനായിട്ട്. അടുത്തതായിട്ട് ഞാൻ വീണ്ടും ആ മുകളിലത്തെ റൂമിൽ തന്നെ വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ കല്യാണ സാരി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കല്യാണ വീഡിയോ ഇട്ടപ്പോഴാണല്ലോ എല്ലാവരും നല്ല അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ പറഞ്ഞത്. ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ കല്യാണം കണ്ടിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതാണ് എൻ്റെ കല്യാണ സാരി. ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത സാരിയാണ്, മുകളിലത്തെ ഈ സാരി. പിന്നെ മറ്റേത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന സാരിയാണ്. അപ്പം ഇത് പിന്നെ ഞാൻ ആ പഴയ കല്യാണ വീഡിയോയും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ വീഡിയോ 2-3 പാർട്ടുകളായിട്ട് എൻ്റെ കല്യാണ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരുന്നു എല്ലാവരും തന്നിട്ടുള്ളത്. അതിനുവേണ്ടി എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ്. എല്ലാവർക്കും പഴയ കല്യാണം കാണിച്ചു കൊടുത്തപ്പം എല്ലാവർക്കും വളരെ നല്ലൊരു അഭിപ്രായം തന്നെയായിരുന്നു. പഴയ കാലത്തുള്ള കല്യാണം വളരെ നല്ലതായിരുന്നു എന്നൊക്കെ ആയിരുന്നു അഭിപ്രായം. പിന്നെ എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു, 2 മണവാട്ടി ഉണ്ടല്ലോ, അത് ആരൊക്കെയാണെന്ന്. അപ്പം എൻ്റെതും എൻ്റെ ആങ്ങളുടേതും കൂടിയായിരുന്നു കല്യാണം ഒപ്പം കഴിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ആളുകൾ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാനും എൻ്റെ ബ്രദറിൻ്റെയും കൂടി ആ ഭാഗം മാത്രമായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു. പിന്നെ ലാസ്റ്റ് ഭാഗത്ത് ബ്രദറിൻ്റെ വൈഫിനെയും കാണിക്കുന്നുണ്ട്. അപ്പം ചോദിച്ചു, മണവാട്ടി പെട്ടെന്ന് മാറിയല്ലോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അത് 2-2ആണ്. ഞാനും എൻ്റെതും എൻ്റെ ബ്രദറിൻ്റെതും കൂടി ആയിരുന്നു കല്യാണം. അപ്പം എൻ്റെ വീടും എൻ്റെ വീഡിയോയും ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.